നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധി സംബന്ധിച്ച് ആകെ മൊത്തം ദുരൂഹതയാണ്. വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ കല്ലറ തുറന്ന് പരിശോധിക്കാൻ അധികൃതർ എത്തിയെങ്കിലും ശക്തമായ പ്രതിഷേധമാണ് കുടുംബം ഉന്നയിച്ചത്. അത് കഴിഞ്ഞ ദിവസം പ്രേക്ഷകർ കണ്ടതാണ്. എന്നാൽ ഇന്ന് കുടുംബത്തിന്റെ ഹർജി പരിഗണിക്കുമ്പോൾ കല്ലറ തുറന്ന് പരിശോധിക്കുന്നത് ഹൈക്കോടതി തടഞ്ഞില്ല എന്നത് ശ്രദ്ധേയമാണ്. മരണ സർട്ടിഫിക്കറ്റ് എവിടെ എന്ന് ചോദിച്ച കോടതി മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസ്വാഭാവിക മരണമായി കണക്കാക്കേണ്ടി വരുമെന്നും പറഞ്ഞു. ഹൈന്ദവ സംഘടനകളുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നാണ് ഗോപൻ സ്വാമിയുടെ മകൻ സനന്ദന്റെ പ്രതികരണം. ഹൈക്കോടതി നിർദ്ദേശം വന്ന സാഹചര്യത്തിൽ നാളെ കല്ലറ തുറന്ന് പരിശോധിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. വിവാദ കല്ലറ പൊളിച്ചു പരിശോധിക്കാനുള്ള നടപടിക്രമങ്ങൾ ജില്ലാ ഭരണകൂടം തുടരുന്നതിനിടെയാണ് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചത്. കല്ലറ പൊളിക്കാനുള്ള RDOയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചത്. വാദം തുടങ്ങിയപ്പോൾ തന്നെ ഗോപൻ സ്വാമിയുടെ മരണ സർട്ടിഫിക്കറ്റ് എവിടെ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. മരണത്തിലെ അസ്വാഭാവികത പുറത്തു കൊണ്ടുവരാൻ കല്ലറ പൊളിക്കണമെന്ന് കോടതി നിരീക്ഷിച്ചു. കല്ലറ പൊളിച്ചു പരിശോധിക്കേണ്ടത് അന്വേഷണത്തിന്റെ ഭാഗമാണ്. സ്വാഭാവിക മരണമെങ്കിൽ കുടുംബത്തിനെന്തിനാണ് പേടിയെന്നും കോടതി ചോദിച്ചു. ഇതുവരെ മരണ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടില്ലെന്നും തുടർ നടപടികൾ ഹൈന്ദവ സംഘടനകളുമായി കൂടിയാലോചിച്ച് തീരുമാനിക്കുമെന്നും മകൻ സനന്ദൻ. മരണ സർട്ടിഫിക്കറ്റ് ഇതുവരെ എടുത്തിട്ടില്ല. അതിനി തന്നെ എടുക്കുകയുള്ളൂ. ഇപ്പോൾ നേരത്തെ ചോദിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ ഇത് മരണപ്പെട്ടെന്ന് ചോദിച്ചു. അത് തെറ്റാണത്. എൻ്റെ അച്ഛൻ സമാധിയായതാണ്. ഇപ്പോൾ മരണപ്പെടുന്നത് വേറെ, സമാധിയാകുന്നത് വേറെ. ഹിന്ദു ഐക്യവേദിയുടെയും ഹിന്ദു സംഘടനകളുടെയും ഇതാണ്. അവരൊരു തീരുമാനം എടുക്കട്ടെ. ഹൈക്കോടതി അനുമതി നൽകിയ സാഹചര്യത്തിൽ എത്രയും വേഗം കല്ലറ പൊളിച്ച് പരിശോധിക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. കൂടുതൽ പോലീസുകാരെ വിന്യസിച്ച് സുരക്ഷ ഉറപ്പാക്കി വേഗത്തിൽ തന്നെ കല്ലറ പൊളിച്ചേക്കും. ഇതിലൂടെ കേസിലെ ദുരൂഹതകൾ നീക്കാം എന്ന പ്രതീക്ഷയിലാണ് പോലീസ്. വിവാദ കല്ലറ പൊളിച്ചു നീക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയ സാഹചര്യത്തിൽ പോലീസ് എത്രയും വേഗം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് സാധ്യത. അല്ലെങ്കിലും നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ച് നിർമ്മിച്ച ഇത്തരം കല്ലറകൾ പൊളിച്ചു നീക്കേണ്ടത് തന്നെയാണ്. വിജയശങ്കർ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ.